ഞാൻ ആദ്യമായിട്ടാ തിയേറ്ററിൽ പോയി ഒരു പടം കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ വിശ്വസിക്കണം. 2 കൊല്ലമായിട്ട് UK ഞാനേ ഇതുവരെ ഇവിടെ തിയേറ്ററിൽ പോയിട്ടില്ല. എന്താന്ന് ചോദിച്ചാൽ ഒരു 7 പൗണ്ട് എടുക്കാനില്ലാഞ്ഞിട്ടാണോ? അല്ല, അതിനേക്കാൾ പ്രയോറിറ്റിയുള്ള ആവശ്യങ്ങൾ ആ 7 പൗണ്ട് കൊണ്ട് എനിക്കുണ്ടെന്ന് വേണേലും പറയാം. പലപ്പോഴും ഈ സ്വഭാവം ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ എന്നൊരു പിശുക്കിയാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ല, അവരെ തെറ്റ് പറയാനും പറ്റില്ല. എന്തേലും പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് വേറെ എന്തൊക്കെ ചെയ്യാം എന്ന് മുടക്ക് വർത്താനം പറഞ്ഞ് ഞാൻ മുങ്ങും. ബട്ട് റിയലി ഐ എം പ്രൗഡ് ടു സേ യെസ്, ഐ എം എ പിശുക്കി. വളരെ ചെറുപ്പം മുതൽ അമ്മ ശീലിപ്പിച്ചതാട്ടാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റേ. ഒരു തരത്തിലും എൻജോയ്മെൻറ്റ്സ് ഇല്ലാതെ ഇങ്ങനെ ആവശ്യങ്ങൾക്കായി മാത്രം പണം ചിലവാക്കി ഇന്നോ നാളെയോ മരിച്ചു പോയാലോ? ഈ തോന്നൽ നിങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്കുണ്ട്. ഈ സംഗതി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനിലും ആക്കും. എന്നാലും സ്റ്റിൽ ഐ ലവ് ദി വേ ഹൗ ഐ മാനേജ് എവറിത്തിങ് ഫ്രം മൈ യങ് ഏജ്. അയ്യോ, വിഷയത്തെയും തെന്നി മാറി. അപ്പോൾ എൻ്റെ ആദ്യത്തെ തിയേറ്റർ അനുഭവമാണ് ഈ വീഡിയോ കേട്ടോ. പതിവ് പോലെ തന്നെ അജിഫാൻ അന്നും ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ 5:50 ഷോയ്ക്ക് ഞങ്ങൾ 6 മണിക്ക് എത്തി. ഞങ്ങളെ കൂടാണ്ട് ഒരു 3 പേരുണ്ടായിരുന്നു അവിടെ. പിന്നെയാണ് മനസ്സിലായത് ഇത് UK അല്ലേ. 30 മിനിറ്റോളം നീണ്ട പരസ്യത്തിൻ്റെ ഒടുവിൽ 6:30 പടം തുടങ്ങുമ്പോഴേക്കും ഒരു 10-12 പേരും കൂടെ എത്തിയിട്ടാ. അയ്യോ, വിട്ടുപോയി. നരിവേട്ട കാണാനായിട്ടാ പോയേ. പടം കൊള്ളാമെന്നോ കിടുക്കാച്ചി എന്നൊന്നും ഞാൻ റിവ്യൂ പറയണില്ല. കണ്ടിറങ്ങിയപ്പോൾ പരസ്പരം അഭിപ്രായം പറയാൻ പറ്റാത്ത മൂകതയായിരുന്നു. എന്നിട്ടും അജിഫാൻ യൂട്യൂബിൽ കുറേ പഴയ വാർത്തകളൊക്കെ കാട്ടി തന്നിട്ടേ ഹിസ്റ്ററി പറഞ്ഞു തന്നുട്ടാ. അവനാണെങ്കിലേ ഒരു പ്രശ്നമുണ്ട്, ആധികാരികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് ചർച്ചയ്ക്കിടും. എനിക്ക് ബോറടിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അടിയാവും. ഇവിടെയും വ്യത്യസ്തമായിട്ടൊന്നും സംഭവിച്ചില്ല. ശുഭം. അപ്പോൾ പിന്നെ കാണാട്ടാ.